ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രുതി ആകെ പെട്ടുപോവാണ്. വേറെ ഓപ്ഷനൊന്നുമില്ല. 70 ലക്ഷം രൂപ കൂടി ഇനി കൊടുക്കാനായിട്ട് വേണം. അപ്പോ 70 ലക്ഷം രൂപക്ക് ഇളയച്ചനെ വിളിച്ച് ചോദിക്കാനായിട്ട് ചന്ദ്രമതി പറയണേ. പക്ഷേ ഇല്ലാത്ത ഇളയച്ചനെ എങ്ങനെ വിളിക്കാനാ ശ്രുതി? ഇതുവരെ ഡ്യൂപ്ലിക്കേറ്റ് ആളെ കൊണ്ടുവന്നേക്കുന്നത്. ഒടുവിൽ മീരയെ വിളിച്ചെന്ന് സംസാരിക്കാണ്. ഇളയച്ചനോട് സംസാരിക്കുന്ന പോലെ ആയിരിക്കട്ടെ സംസാരിക്കുന്നത്. പക്ഷേ ബാക്കി ആർക്കും ഇതിനെക്കുറിച്ചിട്ടൊന്നും തന്നെ അറിയില്ല. ഒടുവിൽ ശ്രുതി മീരയോട് ചോദിച്ചു, അല്ല അച്ഛൻ പുറത്തിറങ്ങിയോന്ന്, അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും വിവരമറിയാമോ എന്നൊക്കെ ചോദിക്കും. അച്ഛനോ? ഏതച്ഛൻ? ആരുടെ അച്ഛൻ? എടാ നിന്റെ അച്ഛൻ എവിടെയാണെന്നൊക്കെ ആർക്കറിയാം? അല്ല ഇളച്ച, അത് പിന്നെ ഞാനൊരു വീട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിന്റെ അഡ്വാൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി 2 കോടി രൂപ ലോണ് കിട്ടും. ഒരു 70 ലക്ഷം രൂപ കൂടി വേണം. അന്നേരം ആ പൈസ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്നൊക്കെ പറയും. ഓ അങ്ങനെയാണല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഇളച്ചനായിട്ട് അഭിനയിച്ച ഒരാളുണ്ടല്ലോ, ആ ഇറച്ചി വെട്ടുകാരൻ വീരാനോട് പോയിട്ട് അയാളുടെ അടുത്ത് ചെന്ന് നോക്ക്. ചിലപ്പോൾ കിട്ടുമായിരിക്കും. വല്ല 10-500 രൂപ കിട്ടുമായിരിക്കും എന്ന് പറയും. 70 ലക്ഷം രൂപ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നീ അങ്ങോട്ടേക്ക് ചെന്നാലും മതിയെന്ന് പറയും. ആ സമയത്തിന് ശ്രുതി ഇങ്ങനെ ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, അല്ല അല്ലേച്ചാ, അത് പിന്നെ അച്ഛൻ ഇറങ്ങിയില്ല എന്നുള്ള കാര്യം എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. അല്ല അപ്പോൾ പൈസ കിട്ടാൻ ഒരു മാർഗവുമില്ലേ? അല്ല ഇളച്ചൻ തിരക്കിലാണോ എന്ന് ചോദിച്ചു. അതെ അതെ, ഇപ്പൊ നല്ല തിരക്കിലായിരിക്കും. കാരണം കടയല്ലേ, ഇറച്ചി വെട്ടുകാരൻ ബീരാൻ നല്ല സമയമായിരിക്കുമെന്ന് പറയും. തിരക്കുള്ള സമയമായിരിക്കുമെന്ന് പറയാണ്. ഒടുവിൽ ശ്രുതി കുറേ സമയം കൂടി വിളിച്ചതിന് ശേഷം കോൾ അങ്ങ് കട്ട് ചെയ്തു. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്താണ് കയ്യിൽ നിന്നും പെട്ടെന്ന് ഫോൺ അങ്ങ് താഴേക്ക് പോകുന്നത്. ഈ സമയത്തന്നെ രേവതി ഓടി വന്നിട്ട് എന്ത് പറ്റി ശ്രുതി എന്നൊക്കെ ചോദിക്കും. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നത്, ഒന്നുമില്ല. ആ സമയം അങ്ങേ തലക്ക് മീരയുടെ കോൾ അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്നേരം മീര ഹലോ ഹലോ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. രേവതിക്ക് അപ്പം തന്നെ ചെറിയ സംശയമായി. ഇത് വേറെ ആരോടാണല്ലോ ശ്രുതി സംസാരിക്കുന്നത് എന്നൊരു ചിന്ത രേവതിയുടെ മനസ്സിലേക്ക് വന്നു തുടങ്ങി. കാരണം തൊട്ടടുത്തേക്ക് ശ്രുതി ഇത്തിരി മാറി നിൽക്കുന്നുണ്ടായിരുന്നു ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് നിന്ന്. പക്ഷേ എങ്കിൽ അത് പെണ്ണുങ്ങളുടെ ശബ്ദം പോലെ രേവതിക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഈ സമയത്തന്നെ ശ്രുതി പെട്ടെന്ന് തന്നെ കോൾ അങ്ങോട്ടേക്ക് കട്ട് ചെയ്യുകയും ചെയ്തു. പിന്നീട് ചന്ദ്രമതി വന്ന് ചോദിക്കുന്നത്, എന്തായി മോളെ കാര്യങ്ങൾ? അച്ഛൻ പൈസ തരാമെന്ന് വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കും. ഇളയച്ചനോട് ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ എന്തായി? അന്നേരം ശ്രുതി പറഞ്ഞത്, അത് പിന്നെ അച്ഛൻ ഇതുവരെയായിട്ടും ജയിലിൽ നിന്നും ഇറങ്ങിയിട്ടില്ല എന്നാ അറിയാൻ കഴിഞ്ഞത്. അച്ഛൻ്റെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്ത് വിട്ടിരിക്കല്ലേ, അതുകൊണ്ട് പൈസയൊന്നും എടുക്കാൻ പറ്റില്ലത്രേ എന്ന് പറയും. ഓ അങ്ങനെയാണല്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അറിയില്ല ആൻറ്റി, എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി വലിയ തടി തപ്പാൻ നോക്കുകയാണ്. കാരണം ശ്രുതിക്കല്ലേ അറിയുള്ളൂ ഒരു പൈസ പോലും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വർഷ ചെന്നപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നത്, വർഷേ നിനക്ക് എന്നോട് ഇപ്പോൾ ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കും. അതെന്താ? അല്ല ഇത്ര കാലമായിട്ട് സ്വന്തമായിട്ട് എനിക്കൊരു വീടൊന്നും വാങ്ങിക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇപ്പോൾ സുധിയേട്ടൻ വീടൊക്കെ വാങ്ങി, ഇത്രയും വലിയൊരു വീട്. അപ്പോൾ പിന്നെ നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കാണ്. എന്തിന്? ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് വലിയ വീടൊക്കെ വേണമെന്ന്? ഞാൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്തിനാ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. അവനവന് പറ്റുന്നത് പോലെ അവനവൻ ചെയ്യും, അത്രയേ ഉള്ളൂ. ശ്രുതിയെ പറ്റി അവരപ്പോൾ വീട് വാങ്ങിക്കുന്നു, അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ അത് കേട്ടപ്പോൾ ശ്രീകാന്തിന് സന്തോഷമായി. ശ്രീകാന്ത് വർഷയെ ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അവർ വന്നു കഴിഞ്ഞപ്പോൾ ശ്രുതി ശ്രീകാന്തിനോട് വർഷയായിട്ട് പറയുന്നുണ്ട്, അതെ നിങ്ങൾക്കറിയാലോ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്. 70 ലക്ഷം രൂപ കൂടി ഞങ്ങൾക്ക് വേണം. ആ പൈസ കയ്യിലില്ല. ഇനി പൈസ എവിടെ നിന്നും ഉണ്ടാക്കണമെന്ന് പോലും അറിയത്തില്ല. ലോൺ ആണെങ്കിൽ 2 കോടി രൂപയെ കിട്ടത്തുള്ളൂ. പിന്നെ സബ് ഡീലേഴ്സിനൊക്കെ അഡ്വാൻസ് മേടിച്ചിട്ടാണ് 30 ലക്ഷം രൂപ കൂടെ ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ 70 ലക്ഷം രൂപ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് ചോദിക്കും. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറയുന്നത്, എടാ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അല്ല നിന്റെ കയ്യിലില്ലെന്ന് എനിക്കറിയാം. അപ്പോഴേക്കും ശ്രുതി ചാടി കയറി വർഷയോട് പറയുന്നത്, വർഷേ നീ വിചാരിക്കുകയാണെങ്കിൽ പൈസ ഉണ്ടാകത്തില്ലേ എന്ന് ചോദിക്കും. എൻ്റെ കയ്യിൽ എവിടുന്ന സുധിയേട്ടാ പൈസ എന്ന് ചോദിക്കാണ് വർഷ. എൻ്റെ കയ്യിലില്ല എന്ന് തീർത്തും പറയും. അല്ല നിന്റെ കയ്യിലൊന്നും കാണത്തില്ല, നിന്റെ അച്ഛൻ്റെ കയ്യിൽ കാണത്തില്ലേ എന്ന് ചോദിക്കും. എന്ത്? അച്ഛൻ്റെ കയ്യിലോ? അതെ, കാരണം അച്ഛൻ ഉണ്ടാക്കുന്ന സമ്പാദ്യം മൊത്തം നിനക്കുള്ളതല്ലേ. ഒരു പക്ഷേ നീ ഒരു 70 ലക്ഷം രൂപ അച്ഛനോട് ചോദിക്കുകയാണെങ്കിൽ അച്ഛൻ തരത്തില്ലേ? കടമായിട്ട് മതി, പിന്നീട് ഞാൻ തിരിച്ചു തന്നോളാമെന്ന് പറയും. ഇത് കേട്ടപ്പോൾ വർഷ പറയുന്നത്, ഞാൻ ചോദിക്കാനോ? അയ്യോ അതെങ്ങനെയാ ഞാൻ ചോദിക്കുന്നത്? ഞാൻ ഇന്നുവരെ ആരോടും പണമൊന്നും ചോദിച്ചിട്ടില്ല. കാരണം എന്നെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി വിട്ടു, അത്രമാത്രം. അതിനുശേഷം ഞാൻ എന്തെങ്കിലും ജോലി ചെയ്താൽ ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസ ഉണ്ടാക്കുന്നത്. അച്ഛൻ്റെയോ അമ്മയുടെയോ ഒരു രൂപ പോലും ഞാൻ വാങ്ങിക്കാൻ പോയിട്ടില്ല. അതെനിക്കിഷ്ടമുള്ള കാര്യമില്ല. നമ്മളിപ്പോൾ ജീവിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം കാലം ജീവിക്കണം. ആ ഒരു നിലപാടുള്ളവളാണ് ഞാൻ. അവരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് വേണ്ട,
കടമായിട്ട് ചോദിച്ചാൽ മതി. ആ സമയം ശ്രീകാന്ത് പറഞ്ഞിട്ട് അതെങ്ങനെയാ ശ്രുതിയേട്ടാ ശരിയാവുന്നത്? അന്നേരം ശ്രുതി പറയുന്നത്, ഒരു കാര്യം ചെയ്യാം, എങ്കിൽ ശ്രീകാന്ത് നീ ഒന്ന് ചോദിച്ചു നോക്ക്. നിനക്ക് റെസ്റ്റോറന്റ് തുടങ്ങാനൊക്കെ പൈസ തരാമെന്നൊക്കെ പറഞ്ഞതല്ലേ? ചെക്കൊക്കെ ആയിട്ട് നേരത്തെ മഹിമാൻഡി ഇങ്ങോട്ടേക്ക് വന്നതല്ലേ? അപ്പോൾ നീ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ തരുമെന്ന് പറയുന്ന സമയത്തിന് ശ്രീകാന്ത് പറയുന്നത്, ഞാൻ ചോദിക്കാനോ? ഞാനെങ്ങനെയാ ചോദിക്കുന്നത്? ഒരു മര്യാദയില്ലേ? എനിക്കങ്ങനെ ചോദിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയും. അവരെന്നെ കുറിച്ചിട്ട് എന്ത് വിചാരിക്കും? അല്ലെങ്കിലും ഭാര്യയുടെ വീട്ടിലെ പൈസ ഒന്നും ജീവിക്കുന്നവനല്ല ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവനാണെന്ന് പറയും. ഹോ, അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ ഈ വീട് മേടിക്കുന്നത് ഇഷ്ടപ്പെടില്ല, അതിൻ്റെ അസൂയാണെന്നൊക്കെ പറയാണ്. ശ്രുതി, നമ്മളൊരു സഹായം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊന്നും ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നേരം വർഷ പറഞ്ഞിട്ട്, അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചോ, എനിക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. വർഷക്കൊട്ടും തന്നെ താല്പര്യമില്ല കേട്ടോ പൈസ അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. കാരണം ഇവരുടെ സ്വഭാവമൊക്കെ നന്നായിട്ട് തന്നെ വർഷക്കും അറിയാം. ആ സമയത്തിന് ശ്രുതിയോട് പറയുന്നുണ്ട്, ഇവരോട് ചോദിക്കാൻ വന്ന നമ്മളെയൊക്കെ വേണം പിടിച്ചിട്ട് തല്ലാന്. അല്ലെങ്കിലും കണ്ടില്ലേ അവരൊക്കെ എന്ത് ജന്മങ്ങളാ, ഇങ്ങനൊരു അവസരത്തിൽ സഹായിക്കല്ലേ ബാക്കി എല്ലാവരും ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരങ്ങോട്ടേക്ക് പോയി. അന്നേരം വർഷം ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീകാന്തേ, ഇതെന്താ ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന്. അതൊന്നും മൈൻഡാക്കേണ്ട വർഷേ, ശ്രുതിയുടെ തീരെ സ്വഭാവം അറിയാവുന്നതല്ലേ? അല്ലെങ്കിലും ഇതൊക്കെ ഇങ്ങനെ വരത്തുള്ളൂ, നമുക്കറിയാവുന്ന കാര്യമല്ലേ, ഇനി കൂടുതലൊന്നും നമ്മൾ പറയണ്ട എന്നൊക്കെ പറയും. പിന്നീട് കാണിക്കുന്നത് ശ്രുതി ആകെ പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. എങ്ങനെ പൈസ ഉണ്ടാക്കും? അതുപോലെ തന്നെയായിരിക്കും ശ്രുതിയുടെയും അവസ്ഥ. ചോദിക്കുന്നിടത്തൊന്നും പൈസ കിട്ടുന്നില്ല. അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തിട്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ വീട് സ്വന്തം പേരിലേക്ക് ആക്കുകയും വേണം. അങ്ങനെ രാത്രിയായപ്പോൾ രേവതിയും സച്ചിയും കൂടി സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് വന്നു. അന്നേരം സച്ചി കുറച്ച് വെള്ളം സ്വിമ്മിംഗ് പൂളിൽ നിന്നും എടുത്തിട്ട് രേവതിയുടെ മുഖത്തേക്കൊക്കെ ഇങ്ങനെ തെളിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, നല്ല തണുപ്പല്ലേ എന്ന് ചോദിക്കും. രേവതി പറയുന്നുണ്ട്, പോ സച്ചിയേട്ടാ. രേവതി സച്ചിയുടെ അടുത്ത് ഇങ്ങനെ വഴക്കുണ്ടാക്കാണ്. വെറുതെ തമാശക്കുള്ള വഴക്കായിരിക്കും. പിന്നീട് സച്ചിയും രേവതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തന്നെ സച്ചി ചോദിച്ചു, അല്ല നിനക്ക് ഈ വീട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. കുഴപ്പമില്ല. അല്ല നിനക്ക് ഇങ്ങനെ ഒരു വലിയ വീട് ഞാൻ വാങ്ങിച്ചു തരട്ടെ എന്ന് ചോദിക്കാണ്. ഇതെന്താ സച്ചിയുടെ തമാശ കളിക്കാണോ എന്ന് ചോദിക്കട്ടെ രേവതി. അല്ല നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത്രയും വലിയൊരു വീട് അങ്ങ് മേടിച്ചേക്കാം. ഓ, എനിക്ക് ഇത്രയും വലിയ വീടൊന്നും വേണ്ട സച്ചിയേട്ടാ എന്ന് പറയണ രേവതി. നന്നായി, അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഇങ്ങനൊരു വീട് വാങ്ങിച്ചു തരാമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞത്, സച്ചിയേട്ടൻ പാതിരാത്രിയിൽ തമാശ കളിക്കാതെ കിടന്നുറങ്ങിയേക്കണം. അതെന്താ, നമ്മൾ ചിലപ്പോൾ കുറേ വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു വീട് നമുക്ക് മേടിക്കാൻ പറ്റിയാലോ? രേവതി പറഞ്ഞത്, എനിക്കതിനോടൊന്നും താല്പര്യമില്ല സച്ചിയേട്ടാ, എനിക്ക് ഇത്രയും വലിയ വീടൊന്നും വേണ്ട. അല്ലെങ്കിലും ഇത്രയും വലിയൊരു വീട് വാങ്ങിച്ചിട്ടൊക്കെ എന്തിനാ? എനിക്കിഷ്ടം നമ്മുടെ അച്ഛമ്മയുടെ വീടുണ്ടല്ലോ, അതുപോലത്തെ ഒരു വീടാ, നാട്ടിൻപുറത്തൊരു വീട്. എനിക്ക് ശരിക്കും നടുമുറ്റവും കാര്യങ്ങളൊക്കെയുള്ള അങ്ങനെ ഒരു ചെറിയ വീടാ എൻ്റെ ആഗ്രഹം. അവിടെ നമ്മളെല്ലാവരും വേണം, അച്ഛനും അമ്മയും, അങ്ങനെ നമ്മളെല്ലാവരും അവിടെ സന്തോഷത്തോടെ കഴിയുന്നതാ എനിക്കിഷ്ടം. അല്ലെങ്കിലും ഇത്ര വലിയ വീടൊക്കെ പണിത് വെച്ചിട്ട് എന്ത് കാണിക്കാനാ? വീട്ടിലല്ല കാര്യം, അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ മനസ്സിലാ. എങ്കിൽ മാത്രമേ അവിടെ സന്തോഷം ഉണ്ടാവത്തുള്ളൂ. വീടിന്റെ വലിപ്പം നോക്കിയിട്ടില്ല വീട്ടുകാരുടെ സന്തോഷം മനസ്സിലാക്കേണ്ടത്. കാരണം വീട് വലിപ്പമുള്ളതാണെങ്കിൽ വീട്ടിൽ എല്ലാവരും സന്തോഷമുണ്ടോ എന്ന് വെറുതെ ചിന്തിക്കുന്നത് ഒരിക്കലുമില്ല സച്ചിയേട്ടാ. ചെറിയ വീടാണെങ്കിലും ചിലപ്പോൾ ആ വീട്ടിലുള്ളവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അതാ വേണ്ടത് എന്ന് പറയും. സച്ചി പറഞ്ഞിട്ട്, ഓ ഇങ്ങനെയുള്ള മനസ്സിലെ പെൺകുട്ടിയെ കിട്ടിയത് എൻ്റെ ഭാഗ്യമെന്ന് പറയും. അപ്പോഴാണ് സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. സച്ചി നോക്കുമ്പോൾ പരിചയമില്ലാത്ത നമ്പറായിരിക്കും. അങ്ങനെ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ നീലിമയായിരിക്കട്ടെ വിളിക്കുന്നത്. ഓ മാഡം പറഞ്ഞോളൂ, മാഡം എവിടെയാണ് എന്ന് ചോദിക്കും. അതെ, ഞാൻ കാനഡയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറയും. ആഹാ കൊള്ളാലോ. അതെ, ഞാൻ രാവിലെ എയർപോർട്ടിലേക്ക് എത്തും. ഓ അങ്ങനെയാണല്ലേ, ഒരു കാര്യം ചെയ്യാമോ, ഒരു 7:30 എയർപോർട്ടിന് അങ്ങോട്ടേക്കൊന്ന് വരാമോ എന്ന് ചോദിക്കാണ്. അതിനെന്താ മാഡം, ഞാൻ വരാലോ എന്ന് പറയണ സച്ചി. എന്നാ ശരി, രാവിലെ കാണാം, 1-2 ആവശ്യങ്ങളുണ്ട്, കുറച്ച് ദിവസം ഞാൻ ഇവിടെ തന്നെ കാണും, അതിനുശേഷം പോകത്തുള്ളൂ എന്നൊക്കെ പറയും. സച്ചി പറഞ്ഞിട്ട്, മാഡം വിളിച്ചാൽ മതി, ഞാൻ ഓടിയെത്തിക്കോളാമെന്ന് പറയും. സച്ചിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നീലിമ നല്ലൊരു വ്യക്തിയാണ്. ഇതിനു മുൻപ് നീലിമയുടെ ഓട്ടം പോയപ്പോഴൊക്കെ നല്ല രീതിയിൽ തന്നെ പെരുമാറ്റമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് സച്ചിക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയായിരിക്കട്ടെ നീലിമയുടെ ഓട്ടം പോവാന്. പക്ഷേ സച്ചിക്ക് അറിയത്തില്ലല്ലോ ഈ നീലിമ തന്നെയാണ് ശ്രുതിയെ പറ്റിച്ചുകൊണ്ട് തന്നെ പണം അടിച്ചു മാറ്റി കൊണ്ടുപോയത് എന്ന കാര്യം. ഇതേ സമയത്തിന് വർഷം വന്ന് ശ്രീകാന്തിനോട് പറഞ്ഞിട്ട്, അതെ നമുക്ക് ഇത്തിരി ദൂരം, ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയിട്ട് വന്നാലോ എന്ന് ചോദിക്കും. നമുക്ക് ഇത്തിരി പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വരാം, ഇത്തിരി കാറ്റൊക്കെ കൊള്ളാം. അതെ, ഈ പാതിരാത്രി സമയത്ത് നടക്കാനൊന്നും പോവണ്ട, വാ വന്ന് കിടക്കാൻ നോക്ക്. അതെന്താ അവിടെ വന്നിട്ട് ചുമ്മാ വെറുതെ കയറി കിടക്കാനോ? അതെ, ഇവിടെ കിടക്കാൻ പറ്റില്ലേ, കയറി വാ ഇങ്ങോട്ടേക്ക്. അപ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീകാന്ത്, നമുക്ക് കുറേ സമയം ഇവിടെയൊക്കെ സംസാരിച്ച് നടക്കാമെന്ന് പറയും. ആ സമയത്തിന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് എങ്ങനെയുള്ള വീടാ ഇഷ്ടമെന്ന്.
ഇങ്ങനെയുള്ള വലിയ വീടാണോ ഇഷ്ടം അതോ മോഡേൺ വീടാണോ എന്ന് ചോദിക്കും. അത് കേട്ടപ്പോൾ വർഷ പറഞ്ഞിട്ട് എനിക്ക് ഈ വീട് ഒന്നും തന്നെ ഇഷ്ടമില്ല എന്ന് പറയും. പിന്നെയോ എനിക്കൊരു അപ്പാർട്ട്മെന്റ് വീട് വാങ്ങിച്ചാൽ മതി. അതെന്താ അങ്ങനെ? അതാകുമ്പോൾ ചുറ്റും കുറേ വീടുകളൊന്നും കാണില്ലല്ലോ. അതാകുമ്പോൾ ചുറ്റും കുറേ അധികം വീടുകളൊക്കെ കാണുമല്ലോ. എനിക്കതാ ഇഷ്ടം. കുറേ ആൾക്കാരൊക്കെ വേണം. അല്ലാതെ ഇത് കണ്ടോ, ഇപ്പൊ തന്നെ ഇതിന്റെ തൊട്ടടുത്ത് വല്ല വീടുമുണ്ടോ? പ്രേതഭവനം പോലെ തോന്നുന്നു എന്ന് പറയും. ഇതിനകത്തൊക്കെ ഒറ്റയ്ക്കിരിക്കാൻ തന്നെ പേടിയാവും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള വീടൊന്നുമല്ല ഒരിക്കലും ആഗ്രഹിക്കുന്നത്. ചുറ്റും ആൾക്കാരൊക്കെ താമസിക്കാൻ വേണം. അങ്ങനെ കുറേ അധികം ആൾക്കാരൊക്കെ താമസിക്കുന്ന വീട്. ഇപ്പൊ നമ്മൾ താമസിക്കുന്ന വീടിന് എന്താ പ്രശ്നം ഇരിക്കുന്നത്? അവിടെയാണെങ്കിൽ ചെറിയ വീടാണെങ്കിലും എല്ലാവരും കൂടെ ഒച്ചപ്പാടും ബഹളമായിട്ടൊരിക്കലും നല്ലതല്ലേ എന്ന് ചോദിക്കും. എനിക്കതൊക്കെയാണ് ഇഷ്ടം. ഈ രേവതിക്കും വർഷക്കും അതിനോടായിരുന്നു താല്പര്യം. പക്ഷേ ശ്രുതിക്കും സുധിക്കുമൊക്കെ വലിയ വീട് വേണം. ആൾക്കാരുടെയൊക്കെ മുന്നിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വലിയ വീട് വേണമെന്നാണ് അവരുടെയൊക്കെ ചിന്ത. അങ്ങനെ പാതിരാത്രി സമയമായി. ഈ സമയത്തിന് ശ്രുതി മുറിയിലിരിക്കാണ്. അപ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് പാഞ്ഞു കയറി വരുന്നത്. എടി, നീ എന്നെ ചതിക്കുമായിരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതി വരുന്ന സമയത്തിന് ശ്രുതി ആകെ ഞെട്ടിപ്പോയി. എന്താ എന്താ ആന്റി എന്ന് ചോദിക്കുന്ന സമയത്തിന് ചന്ദ്ര പറയുന്നുണ്ട്, സത്യം പറയണ്ടേ, നീ വിളിച്ചത് മീരയല്ലേ? നിന്റെ ഇളയച്ചനെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് നീ ആ മീരയല്ലേ ഫോൺ വിളിച്ചത് എന്ന് ചോദിക്കും. അയ്യോ അല്ലല്ലോ ആന്റി. എന്താടി, നീ എന്നോട് കള്ളം പറയണ്ട. നീ എങ്ങനെ വിളിച്ചു എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. എന്നിട്ട് നീ എന്നോട് കള്ളത്തരം പറയുന്നതാണല്ലടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതി അങ്ങ് പൊട്ടിത്തെറിക്കും. എടി, നീ എത്ര കാര്യമാണെന്നൊക്കെ എനിക്ക് മനസ്സിലായടി. നിന്റെ തനി സ്വഭാവമൊക്കെ ഇന്നത്തോടെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രമതി ശ്രുതിയെ കുറേ അധികം അങ്ങ് ചീത്ത പറയാണ്. അതൊക്കെ കേട്ടപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഏയ് ആന്റി, ഇല്ല, ഒരിക്കലും ഞാൻ ആന്റിയെ ചതിക്കില്ല. എടി മിണ്ടാതിരിക്കടി, നീ ഇങ്ങോട്ടേക്ക് വാടി, ഇവിടെ നിൽക്കടി എന്നൊക്കെ പറയും. ഇന്നത്തോടുകൂടി നിന്റെ ഇവിടുത്തെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കയ്യിൽ പിടിച്ചു വലിച്ചു പുറത്തേക്ക് അങ്ങ് തള്ളിക്കൊണ്ടു പോവാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രുതി ഞെട്ടി. അയ്യോ ആന്റി, എന്നെ ഒന്നും ചെയ്യില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ശ്രുതി കരയാൻ തുടങ്ങി. അങ്ങനെ നീ ഇപ്പോൾ ഇവിടെ സുഖിച്ച് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി പിടിച്ചിട്ട് ശ്രുതി അങ്ങ് പിടിച്ച് പുറത്തേക്ക് തള്ളുന്ന സമയത്തിന് പെട്ടെന്ന് ശ്രുതി സ്വപ്നത്തിൽ നിന്നങ്ങ് ഞെട്ടി ഉണർന്നു. എന്നിട്ട് ഇങ്ങനെ അലറിയെ വിളിച്ച് കരയാണ്. ഉറക്കത്തിൽ നിന്നങ്ങ് ചാടി എഴുന്നേൽക്കാണ് ശ്രുതി. അന്നേരം ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ എന്താ ശ്രുതി എന്ന് ചോദിക്കും. അത് പിന്നെ ഒരു സ്വപ്നം കണ്ടതാണെന്ന് പറയും. നീ എന്ത് സ്വപ്ന കണ്ടത് എന്നൊക്കെ ചോദിച്ചു കൊടുത്തിട്ട് ശ്രുതി ചീത്ത പറയുന്നുണ്ട്. കിടന്നുറങ്ങാൻ നോക്ക്. ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ദൈവമേ, തൻ്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ ചന്ദ്രമതി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും തൻ്റെ അവസ്ഥ എന്നൊക്കെയാണ് ശ്രുതി ചിന്തിക്കുന്നത്. അന്നേരം അതൊക്കെ ഓർത്തുകൊണ്ട് സ്വപ്നം കണ്ട് കിടക്കാൻ പോലും പറ്റുന്നില്ല. നല്ല രീതിയിൽ ഒന്ന് ഉറക്കാൻ പോലും തന്നെ ശ്രുതിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രമാത്രം ടെൻഷനായിരുന്നു. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങ് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ സച്ചി എയർപോർട്ടിലേക്ക് പോവാണ് നീലിമയെ പിക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നീലിമയെ പിക്ക് ചെയ്തുകൊണ്ട് വരുന്ന സമയത്തിന് സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല ഇപ്പം എന്താ മാഡം പെട്ടെന്ന് വന്നേന്ന്? അത് പിന്നെ എനിക്കൊരു പ്രോപ്പർട്ടി ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. ഒരു പ്രോപ്പർട്ടിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. എന്ത് ചെയ്യാനാ, 2 ഫ്രോഡുകൾ എൻ്റെ പണം അങ്ങ് അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്ന് പറയും. പണം അടിച്ചു മാറ്റി കൊണ്ടുപോയെന്നോ? അതേനേ, അതുകൊണ്ട് എനിക്ക് ആ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റിയില്ല. പിന്നെ ഇത്ര നാൾ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു സാഹചര്യം ഒത്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് നാട്ടിലേക്ക് വന്നത് എന്നൊക്കെ പറയാണ് നീലിമ. ആ, അതേതായാലും നന്നായി മാഡം. എത്ര ദിവസം ഇനി ഇവിടെ കാണും? ഒരു 5 ദിവസം കാണുമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഓട്ടം കാണില്ലേ? ഉറപ്പായിട്ടും കാണും. സച്ചിയെ മാത്രമേ ഞാൻ വിളിക്കത്തുള്ളൂ. സച്ചിയാവുമ്പോൾ എനിക്ക് പിന്നെ കംഫർട്ടാ. സച്ചിയുടെ കൂടെ വരുമ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ നേരെ രജിസ്റ്റർ ഓഫീസിലേക്കാണ് പോകേണ്ടത്. കുറേ കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയും. അതൊക്കെ കേട്ടപ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി മാഡം എന്ന്. ഏയ് സാരമില്ല, സച്ചി ആകുമ്പോൾ വിശ്വസ്തനാണല്ലോ എന്ന് കരുതിയിട്ടാ സച്ചിയുടെ നമ്പറൊക്കെ ഞാൻ നേരത്തെ തന്നെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ വന്നപ്പോഴും സച്ചിയെ തന്നെ വിളിച്ചത് അതുകൊണ്ടായെന്നൊക്കെ പറയും. അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു പോവുമായിരിക്കും. അങ്ങനെ സച്ചി പിറ്റേ ദിവസം രാവിലെ തന്നെ നീലിമയുടെ അടുത്തേക്ക് പോയിട്ട് നീലിമ ഇങ്ങനെ പിക്ക് ചെയ്ത് വരുന്ന സമയത്തിന് നീലിമയുടെ മുഖത്ത് പഴയ ആ ഒരു ആത്മവിശ്വാസം ഒന്നും തന്നെ ഇല്ലായിരുന്നു. സച്ചി, ഈ സിറ്റിയിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ നീ തന്നെയുള്ളൂ. എന്നെ ചതിച്ച് ആ 2 പേരെ എനിക്ക് കണ്ടുപിടിക്കണം. എൻ്റെ പണം പോയത് പോട്ടെ, പക്ഷേ എൻ്റെ അഭിമാനം. നീലിമ പാതി വഴിയിലങ്ങ് നിർത്തി. സച്ചിക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും അവനൊന്ന് ആശ്വസിപ്പിച്ചു. സാരമില്ല മാഡം, നമുക്ക് നോക്കാം. അതേസമയം വീട്ടിൽ ശ്രുതി ഓരോ നിമിഷവും നീറി കഴിയാണ്. ചന്ദ്രമതി ആന്റിയുടെ നോട്ടം കാണുമ്പോൾ തന്നെ ഉള്ളിലൊരു തീയാണ്. സ്വപ്നത്തിൽ കണ്ടതുപോലെ എപ്പോഴാണ് ഇനി താൻ പുറത്താക്കപ്പെടുക എന്ന പേടി അവളിൽ അങ്ങ് നിറഞ്ഞു നിന്നു. ബാങ്കിൽ നിന്ന് ലോൺ ഓഫീസർ വിളിച്ചപ്പോൾ അവൾ ആകെ വിറച്ചുപോയി. ബാക്കി 70 ലക്ഷം രൂപ കൂടി ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ അടച്ചില്ല എങ്കിൽ ഈ ഡീൽ അങ്ങ് ക്യാൻസലാവും. അഡ്വാൻസ് തുക നഷ്ടപ്പെടും. ശ്രുതിയുടെ ലോകം അങ്ങ് കറങ്ങാൻ തുടങ്ങി.
ഉച്ചയായതോടുകൂടി തന്നെ സച്ചി നീലിമയും കൂട്ടിക്കൊണ്ട് ഒരു പ്രധാന ബിസിനസ് മീറ്റിംഗിനായി നഗരത്തിലെ ഒരു പ്രമുഖ ഹോട്ടലിലേക്ക് എത്തി. അവിടെ വെച്ചാണ് ആകസ്മികമായ ശ്രുതിയും പൈസ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കാണുന്നത്. ദൂരെ നിന്നും നീലിമയെ കണ്ടതോടുകൂടി തന്നെ ശ്രുതിയുടെ മുഖത്തെ ആ ഒരു ചോലയൊരിച്ചങ്ങ് ഇല്ലാതായി. തന്നെയും ശ്രുതിയെയും തങ്ങൾ പറ്റിച്ച അതേ നീലിമ സച്ചിയോട് പറഞ്ഞു, സച്ചി ദാ അവിടെ നിൽക്കുന്ന ആ ഒരു പെണ്ണിലെ അവളും അവളുടെ ഭർത്താവും കൂടിയിട്ടാണ് എന്നെ കബളിപ്പിച്ചത്. എന്നാൽ ശ്രുതിയാണ് നീലിമയെ പറ്റിച്ചത് എന്നറിഞ്ഞതോടുകൂടി തന്നെ സച്ചി ആകെ ഞെട്ടിപ്പോയി. തന്റെ ഏട്ടനും ഏട്ടത്തിയമ്മയും കൂടിയിട്ടാണല്ലോ ഈ നിൽക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകിട്ട് രേവതിയും വർഷയും പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പൊ സച്ചിയുടെ മനസ്സിലേക്ക് അങ്ങ് തെളിഞ്ഞു വന്നു. സച്ചി നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു. കൂടെ നീലിമയും ചന്ദ്രമതിയും ബാക്കിയുള്ളവരെല്ലാം തന്നെ അപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. നീലിമ എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ശ്രുതിയുടെ മുഖം മൂടി അങ്ങ് വലിച്ചു കീറാണ്. ഇവളൊരു വലിയ തട്ടിപ്പുകാരിയാണെന്നും 70 ലക്ഷമല്ല കോടികളാണ് ഇവൾ പരലിൽ നിന്നായിട്ട് തട്ടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ഇളയച്ചൻ എന്നൊരാളൊന്നും ഇവൾക്കില്ല. അതൊക്കെ ഇവൾ വെറുതെ കെട്ടിച്ചമച്ച നാടകമാണെന്നൊക്കെ പിന്നീട് എല്ലാവരും തിരിച്ചറിയും. ചന്ദ്രമതി ആന്റിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ആന്റിയുടെ മുഖത്തേറ്റ് ആ ഞടിയായിരുന്നു അത്. മോളെ എന്ന് ഇത്രകാലം വിളിച്ച ആ ഒരു നാവ് കൊണ്ട് തന്നെ പറയണേ, എടി എണ്ണം കെട്ടവളെ, നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോണം. എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം തന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോണം. ശ്രുതി കരഞ്ഞുകൊണ്ട് കാല് പിടിച്ചുവെങ്കിലും ആരും തന്നെ അത് കേട്ടില്ല. വർഷയും രേവതിയും സങ്കടത്തോടു കൂടി തന്നെ ആ ഒരു കാഴ്ച നോക്കി നിന്നു. ഒടുവിൽ താൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ ആ വലിയ വീട്ടിൽ നിന്നും പണമില്ലാതെ പദവില്ലാതെ തന്നെ ശ്രുതി പടിയിറങ്ങി. വലിയ വീടിനേക്കാൾ വലുത് ഉള്ളിൽ താമസിക്കുന്നവരുടെ സ്നേഹമാണെന്ന് സച്ചിയും രേവതിയും ഒരിക്കൽ കൂടി പരസ്പരം നോക്കി ഉറപ്പിച്ചു. നീലിമയുടെ സഹായത്തോടു കൂടി തന്നെ സച്ചിക്ക് പുതിയൊരു ബിസിനസ് തുടങ്ങാനുള്ള അവസരവും ലഭിച്ചു. സത്യം ജയിച്ചു, കള്ളം തകർന്നു വീണു. അങ്ങനെ ചെമ്പനീർ പൂവിൽ ഇനി ഏതായാലും അടിപൊളി വമ്പൻ ട്വിസ്റ്റൊക്കെ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.